നമുക്ക് വിപ്രോൻ്റെ ഒരു ലൈറ്റിംഗ് കാറ്റലോഗ് നമുക്കൊന്ന് നോക്കാം. അത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തത് ഇത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടിയതാണ് കേട്ടോ. ഡൗൺലോഡബിൾ ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് കൂടി ഒന്ന് പോയി നോക്കാം. അപ്പോൾ വിപ്രോ ലൈറ്റിങ്ങിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അവരുടെ കുറേ കാര്യങ്ങൾ എഴുതിയേക്കുന്നത് നമുക്കങ്ങനെ പോവാം. അതിൻ്റെ അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പ്രൊഡക്റ്റ് റേഞ്ചസും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ലൈറ്റ് പ്രോഡക്ട്സും അതിൻ്റേതായ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യമുള്ള പാർട്ടിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ബൾബിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ ബൾബിൻ്റെ എത്ര ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്, അപ്പോൾ ആ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് അതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച് കാണിക്കുന്നുണ്ട്. പിന്നെ ഡിമ്മബിൾ ആയിട്ടുള്ള ലൈറ്റ്സ് ആണത്. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് മോഡൽ നമ്പേഴ്സ്, വാട്ട്സ്, വോൾട്ടേജ്, എത്ര വോൾട്ടേജിൽ വർക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ ബേസ് ക്യാപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അത് പലതരം അതായത് നമ്മുടെ ബൾബാണെങ്കിൽ പല രീതിക്ക് ഇത് ശ്രദ്ധിച്ചറിയാം. ബേസ് ക്യാപ്പ് B22 എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ ഇൻകാൻഡസൻ ബൾബ്, അതിൻ്റെ ഹോൾഡർ ഇത് ശ്രദ്ധിച്ചറിയാം. അതിൽ ഹോൾഡറിലിടാൻ പറ്റിയ ബേസ് ക്യാപ്പ് ആയിരിക്കണം നമ്മൾ മേടിക്കേണ്ടത്. E27 എന്ന് പറഞ്ഞാൽ സ്ക്രൂ പോലത്തെ ആയിരിക്കും. അപ്പോൾ ബേസ് ക്യാപ്പും ബൾബും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബൾബാണ് യൂസ് ചെയ്യണമെങ്കിൽ. ഇവർ കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പമാക്കാൻ ആപ്ലിക്കേഷൻസും കാണിച്ചിട്ടുണ്ട്. ബെഡ്റൂം, ലിവിങ് റൂം, കിച്ചൺ, പാർക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ട്യൂബ് ലൈറ്റ്, ബാറ്റൺ ടൈപ്പ് ലൈറ്റ്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ റേഞ്ചാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ യൂസസ് പറഞ്ഞിട്ടുണ്ട്. ആംബിയൻസിന് വേണ്ടിയാന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വാട്ടേജ്, ടെമ്പറേച്ചർ റേഞ്ച്, വോൾട്ട് എല്ലാം കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത്, വിഡ്ത്ത് എല്ലാം കാണിച്ചിട്ടുണ്ട്. പിന്നെ സ്മാർട്ട് പാനൽസ്, അപ്പോൾ അതിൻ്റെ യൂസസും കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. ഇതാണ് സ്മാർട്ട് പാനൽ. ഇതിൻ്റെ വാട്ടേജ് 6, 12, 18 അവൈലബിൾ ആണ്. അതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ചും കാണിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇത് നമ്മുടെ ഫാൾ സീലിങ്ങിലൊക്കെയാണ് പിടിപ്പിക്കുന്നതെങ്കിൽ അതിൻ്റെ കട്ടൗട്ട് എത്ര ഡയമീറ്റർ വേണമെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് അതിൻ്റെ കട്ടൗട്ടിൻ്റെ ഡയമീറ്റർ കൊടുത്തിട്ടുണ്ട്, ബൾബിൻ്റെ ഡയമീറ്ററും കൊടുത്തിട്ടുണ്ട്. ഈ LED പാനലിൻ്റെ ഡയമീറ്ററും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ 2x2 സ്ക്വയർ ലൈറ്റാണത്. അപ്പോൾ അതും സെയിം. അതിൻ്റെ വാട്ടേജ്, ടെമ്പറേച്ചർ റേഞ്ച്, വോൾട്ടേജ്, അതിൻ്റെ കട്ടൗട്ടിൻ്റെ ഡയമെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫാൾ സീലിങ്ങിൽ ആ ഒരു കൃത്യമായിട്ടുള്ള സ്പേസ് വേണം കട്ട് ചെയ്യാൻ. കൂടുതലാവരുത്, കുറഞ്ഞും പോരുത്. അപ്പോഴാണ് അത് കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് ഇരിക്കുള്ളൂ. ഇതേപോലത്തെ ഓഫീസുകളിലൊക്കെ കാണാൻ നമുക്ക് ഫാൾ സീലിങ്ങിലൊക്കെ ഇരിക്കണമെങ്കിൽ കറക്റ്റ് കട്ടൗട്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഉള്ളത് ഡിഫറെൻറ്റ് കളർ ചേഞ്ചിങ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റുകളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ കൂൾ ഡേ ലൈറ്റിൻ്റെ ടെമ്പറേച്ചർ റേഞ്ചാണ് 6500K, ന്യൂട്രൽ വൈറ്റ് ആണെങ്കിൽ 4000K, വാം ലൈറ്റിൻ്റെ 2700K. അപ്പോൾ അതിൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെ ഡിഫറൻസ് അത് കാണിക്കുന്നുണ്ട്. ഒരു റൂമിൽ തന്നെ ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയർ വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു പിക്ചർ നമുക്ക് കാണാം അതിൻ്റെ അകത്ത്. ആണ് 1 ലൈറ്റ് വിത്ത് 3 മോഡ്സ് എന്നൊക്കെ പറയുന്നത്. പിന്നെ റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ ഒരു ലൈറ്റ് തൊട്ടാണ് അതിൻ്റെ അവർ കാണിക്കാൻ തുടങ്ങിയത്. എത്ര ലൂമെൻസ് ആണ് യൂസ് ചെയ്തത്. നമ്മുടെ കാൽക്കുലേഷൻസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലൂമെൻസ് വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു പാർട്ടാണ്. അത് വെച്ച് വേണം നമ്മൾ ഏരിയയിൽ എത്ര ലൈറ്റ് വേണം തീരുമാനിക്കണം. ഒരു ലൈറ്റ് തരുന്ന ലൂമെൻസ് ആണ് അതിൽ നിന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത്. നമ്മൾ കാൽക്കുലേഷനിൽ കണ്ടിരുന്നു. ഇതിൻ്റെ റിമോട്ടാണ്. അത് റിമോട്ട് ചെയ്തേക്കണതാണ്. അതിൻ്റെ ഓഫ് ആക്കുന്ന കേസുകളൊക്കെ കാണാം. സെയിം അതിൻ്റെ കട്ടൗട്ട്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് പോവുകയാണെങ്കിൽ എല്ലാത്തിലും ഈ സെയിം തന്നെ. വാം ലൈറ്റിൻ്റെ എത്രയാണ് ഉള്ളതൊക്കെ കാണിച്ചിട്ടുണ്ട്. 2700K ആണ് അതിൻ്റെ ടെമ്പറേച്ചർ. ന്യൂട്രൽ വൈറ്റ് ആണെങ്കിൽ 4000ഉം, കൂൾ വൈറ്റ് 6500K. പിന്നെ ലൂമെൻസ് കൂടിയതൊക്കെ വരുന്നുണ്ട് കണ്ടോ. 2200 ലൂമെൻസ് വരുന്നതൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ലെങ്ത്ത്, വിഡ്ത്ത് എല്ലാം കാണിച്ചിട്ടുണ്ട്. വാട്ടേജസ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഡിമ്മബിൾ ഡൗൺ ലൈറ്റ്സ്, അതിൻ്റെയും ലൂമെൻസ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ യൂസ്, അതിൻ്റെ ഒരു നല്ലൊരു പിക്ചർ തന്നെ അത് കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു
കുറച്ചും കൂടി ബെറ്റർ ആർക്കിടെക്ചറൽ വ്യൂ കിട്ടുന്നുണ്ട്. അതെങ്ങനെ ചെയ്യാമെന്നൊക്കെയുള്ള കൊറിഡോഴ്സിലൊക്കെ യൂസ് ചെയ്യാമെന്നൊക്കെ ഇവിടെ ആപ്ലിക്കേഷൻസും കൊടുത്തിട്ടുണ്ട്. സോ നമുക്കൊരു കലാപരമായിട്ട് ഒരു ലൈറ്റിംഗ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കലാപരമായിട്ടും കൂടി നമ്മൾ ചിന്തിക്കേണ്ട സാധനങ്ങൾ. അപ്പോൾ അതിന് നല്ല എയ്ഡ് ചെയ്യുന്നൊരു നല്ലൊരു ഡെപ്പിക്റ്റിംഗ് ആയിട്ടുള്ളൊരു കാറ്റലോഗാണ് ഇവർ ചെയ്തേക്കുന്നത്. സോ നമുക്കൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും നമ്മളെന്താ ചെയ്യാൻ പോകണമെന്നുള്ളത്. സോ ഇത് കണ്ടു, ഇത് ഡൗൺ ലൈറ്റിൻ്റെ ലൂമെൻസ് എല്ലാം ക്ലിയർ ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ലൂമെൻസും അതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ചസും എവറിത്തിങ് നല്ല രീതിയിൽ. അതിൻ്റെ വാട്ടേജ് നമ്മുടെ ലോഡ് കാൽക്കുലേഷനിലൊക്കെ നമ്മൾ വേണം. അത് നമ്മൾ അവിടെയാണ് നമ്മുടെ യൂസ് വരുന്നതെങ്കിൽ ഈ ലൂമെൻസിലാണ് നമ്മുടെ ലൈറ്റിൻ്റെ എന്ത് വരും എന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നത്. പിന്നെ അതിൻ്റെ ബീം ആംഗിൾസ് എത്രത്തോളം ലൈറ്റ് സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ള കേസുകൾ കിട്ടുന്നുണ്ട്. കട്ടൗട്ട്സിൻ്റെ ഒക്കെ ഇതെല്ലാം എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഇതൊരു പ്രധാനമായിട്ട് നമ്മൾ ശരിക്കും ഒരു പ്രാക്ടിക്കൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഈ ഒരു മോഡൽ നമ്പർ തീരുമാനിച്ചതിന് ശേഷം ഇതിൻ്റെ ആൾക്കാരോട് ഇതിൻ്റെ ഇപ്പോൾ കട്ടൗട്ട്സ് ചെയ്യുന്ന ചിലപ്പോൾ ലൈറ്റിംഗ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല. അതൊരു പക്ഷേ ഫാൾ സീലിംഗ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഒരു സിവിൽ കോൺട്രാക്ടറോ അല്ലെങ്കിൽ ഫാൾ സീലിംഗ് ചെയ്യുന്ന കോൺട്രാക്ടറോ ആയിരിക്കും. സോ നമ്മൾ അവർക്കിത് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു ലൈറ്റിംഗ് ഡിസൈൻ ചെയ്ത ആൾ അല്ലെങ്കിൽ ഒരു ആസ് എ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അവരുടെ ഒരു പാർട്ടിൽ പെടുന്ന ഇതായിരിക്കും. അപ്പോൾ അവരായിട്ട് കോർഡിനേറ്റ് ചെയ്യേണ്ടത് ഒരു ഉത്തരവാദിത്വം നമുക്ക് വരും. അപ്പോൾ സോ ദിസ് കാറ്റലോഗ് ഈസ് വെരി ഹെൽപ്ഫുൾ ഇൻ ദാറ്റ്. പിന്നെ അത് വേറെ പല പല ലൈറ്റുകൾ കാണാം. എല്ലാത്തിൻ്റെയും ബേസിക്സ് നോക്കിയാൽ നമുക്ക് എളുപ്പമാണ് ഡിസൈൻ ചെയ്യാൻ. ഇതൊരു ട്രാക്ക് ലൈറ്റുകളാണ്. നമ്മുടെ മ്യൂസിയംസ്, ഷോറൂംസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവിടെ ഷോറൂമിൽ ഉപയോഗിച്ചേക്കണ കാണാം. ഹോസ്പിറ്റാലിറ്റി, റീറ്റെയിൽ ആൻഡ് ഷോറൂംസിലാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് പറഞ്ഞേക്കുന്നത്. സോ അതിൻ്റെയും കട്ടൗട്ടുകളും ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അതിങ്ങനെ ട്രാക്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ട്രാക്സ് കാണാം. അതിൽ നമുക്ക് ഷിഫ്റ്റിംഗ് സാധ്യമാവുന്ന ലൈറ്റുകളാണ്. ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്കൊക്കെ അതിൻ്റെ ഫോക്കസ് വരുന്ന മിക്കവാറും ഉള്ള ലൈറ്റുകൾ. ഇപ്പോൾ ഒരു LED മൊത്തത്തിൽ കട്ടൗട്ട് ചെയ്ത വ്യൂ ആണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഹൈ എഫിഷ്യൻസി ഡ്രൈവേഴ്സ് ഉപയോഗിക്കും. അതിലാണ് AC DC കൺവേർട്ടായിട്ട് ഇതിൻ്റെ LEDs വർക്ക് ചെയ്യുന്നത്. ഹീറ്റ് സിങ്ക് അതിൻ്റെ ഹീറ്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കൂൾ ചെയ്യാൻ വേണ്ടി. പിന്നെ റിഫ്ലക്റ്റേഴ്സ് ഉണ്ടാവും അതിൻ്റെ കറക്റ്റ് ഫോക്കസ് ചെയ്യാൻ വേണ്ടി. പിന്നെ അതുകൂടാതെ ഡിഫ്യൂസേഴ്സ് ഉണ്ടാവും. ഡിഫ്യൂസർ എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ ഒരു ക്വാണ്ടിറ്റി ലൂമെൻസ് തരുന്നത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ, അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാർട്ട്. പിന്നെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള പാർട്ട് വിത്ത് ഗ്ലാസ് ഉള്ളതാണ് വരുന്നത്. ഡെക്കറേറ്റീവ് പർപ്പസിലുള്ള ഷാൻഡിലേഴ്സിലൊക്കെ ഉപയോഗിക്കുന്ന ഫിലമെൻറ്റ് ടൈപ്പ് ബൾബുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ലൂമെൻസും കാര്യങ്ങളൊക്കെ കാണാം. അതൊക്കെ കൂടുതലും ഡെക്കറേറ്റീവ് പർപ്പസിന് വേണ്ടിയാണ്. സോ ആ ഒരു സെൻസിലേക്ക് നമ്മളിത് യൂസ് ചെയ്യുന്ന അതിൻ്റെ ബേസ് ക്യാപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിൻ്റെ ഹോൾഡേഴ്സും മേടിക്കുന്ന ലൈറ്റിൻ്റെ ഇതും കറക്റ്റ്, ബൾബിൻ്റെയും കറക്റ്റുള്ള ബേസ് ക്യാപ്പ് തന്നെ ആയിരിക്കണം. പിന്നെ സ്ട്രിപ്പ് ലൈറ്റ്സ് അവൈലബിൾ ആണ്. ഇങ്ങനത്തെ പ്രൊഫൈലിംഗ് വർക്കുകൾക്കൊക്കെ വേണ്ടിയുള്ള സ്ട്രിപ്പ് ലൈറ്റ്സ്. അത് ഇപ്പം ഒരു 5 മീറ്ററിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവൈലബിൾ. 5 മീറ്റർ അല്ല, ഒരു അറൗണ്ട് പല ലെങ്ത്തിൽ അവൈലബിൾ ആയിരിക്കും. അത് 60 മീറ്റർ ആ റേഞ്ച് വരെയൊക്കെ ഉള്ളതുണ്ട്. പിന്നെ നമ്മൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഇപ്പോൾ സ്ട്രിപ്പ് ലൈറ്റ് ഔട്ട്ഡോറിൽ യൂസ് ചെയ്യുമ്പോൾ അത് IP പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. IP65 റേറ്റഡ് സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ IP പ്രൊട്ടക്ഷൻസ് ഉള്ള, അതായത് നമുക്ക് പുറത്ത് മഴയൊക്കെ നനഞ്ഞാലും പ്രശ്നമില്ലാത്ത അതാണ് ഔട്ട്ഡോർ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യേണ്ടത്. അത് ഏതൊരു ലൈറ്റ് ആണെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ കാര്യം ശ്രദ്ധിക്കണം. ചില ലൈറ്റുകൾക്ക് ഇൻഡോർ യൂസ് ആയിരിക്കും. അത് നമ്മൾ ഔട്ട് സൈഡിൽ പല ഇപ്പോൾ സപ്പോസ് കാർ പോർച്ച് പോലത്തെ സ്ഥലങ്ങളിൽ മഴ കൊള്ളാൻ സാധ്യതയുള്ള ചില വെൽക്കമിങ് ഏരിയാസിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മഴ കൊണ്ടടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ബൾക്ക് ഹെഡ് ഇങ്ങനെ പുറത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ബൾക്ക് ഹെഡും കാര്യങ്ങളും അതും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതിൻ്റെ ലൂമെൻസ് കാണാം. ഔട്ട്ഡോർ ടൈപ്പ് ലൈറ്റിങ്സ് ആണ്. അതെല്ലാം IP പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. പിന്നെ വരുന്നത് സ്ട്രീറ്റ് ലൈറ്റാണ്. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഡിസൈനും കാണാം നമുക്ക്. അതിൽ അതിൻ്റെ ലൂമെൻസൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. എന്തായാലും സ്ട്രീറ്റ് ലൈറ്റിന് ഞാൻ ഇട്ടിട്ടില്ല വീഡിയോസ്. ഓക്കെ, സോ അത് സിമ്പിളാണ്. നമ്മുടെ ലൈറ്റിംഗ് ഡിസൈൻ നേരത്തെ ചെയ്ത പോലെയൊക്കെ തന്നെയുള്ള സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കേസുകളേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഗാർഡൻ, കാനോപ്പി, ലാൻഡ്സ്കേപ്പ്, പ്ലേ ഗ്രൗണ്ട് മുതലായ സ്ഥലങ്ങളിൽ ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്ലഡ് ലൈറ്റ്സ് അതറിയാലോ, നമ്മുടെ ഗ്രൗണ്ടുകളിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്.
ഓൾമോസ്റ്റ് ഒരു 10,000 റേഞ്ച് വരെയുള്ള ല്യൂമൻസ് പെർ ലൈറ്റ് കിട്ടുന്ന രീതിയിൽ അവൈലബിൾ ആണ്. 100 വാട്ട്സിൻ്റെയൊക്കെ ലൈറ്റ് 10,000 ല്യൂമൻസ് വരെയൊക്കെ തരുന്നുണ്ട്. സോ നമ്മുടെ ഗ്രൗണ്ട്, ടർഫ് മുതലായ സാധനങ്ങളൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ കൂടുതൽ നമ്മൾ ഈ ഒരു റേഞ്ച് സാധനമായിരിക്കും യൂസ് ചെയ്യുന്നത്. സോ കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഐ വിൽ ട്രൈ ടു റിപ്ലൈ. താങ്ക് യു.